ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ 10 മണിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ദുബായിലായതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചില ടൈമുകളിൽ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. 10 മണിയൊക്കെ ആവും എഴുന്നേൽക്കാനായിട്ട്. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ട്. പിന്നെ ജലദോഷമൊക്കെ ആയതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ മൊത്തത്തിലൊന്ന് മാറിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്കാക്ക ജോബിന് പോയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ രാവിലെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. ഇക്കാക്ക പോയതിന് ശേഷം പിന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്തു. അതിന് ശേഷം പിരിപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു. അതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കഴിഞ്ഞു. ഇനി പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചോറ് വെച്ചു. ഞാൻ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള കറികളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചോറൊക്കെ ആയതിന് ശേഷമാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അരിപ്പക്കത്താണ് ഇവിടെ ഇതുപോലെ ഇങ്ങനെ ചോറ് ഊറ്റിയെടുക്കുന്നത്. പിന്നെ ചോറ് അവിടെ നിന്ന് ആവുന്നത് വരെ ഞാൻ അവിടെ റൂമിൽ ഫോൺ നോക്കി ഇരിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം ചോറൊക്കെ ആയതിന് ശേഷമാണ് ഇപ്പോൾ കറി വെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ചോറ്റിന് കൂട്ടാനായിട്ട് ഇന്ന് മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൈര് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കിട്ടുന്നത് പുളിയില്ലാതൊരു തൈരാണ് കേട്ടോ, കട്ടത്തൈരാണ്. അപ്പോൾ മോര് കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, പിന്നെ ഒരു വീഡിയോയിൽ ഇടാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കറിക്കുള്ള ചട്ടി കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച മീനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോയ ടൈമിൽ ഞാൻ പിന്നെ അതും കൂടി കഴുകി ഒന്ന് വെച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മീൻ വൃത്തിയാക്കാനൊന്നും അറിയില്ല. ഇവിടെ പിന്നെ ക്ലീൻ ചെയ്തിട്ട് കിട്ടുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതി. വീട്ടിലുള്ള ടൈമിൽ ഉമ്മ തന്നെയാണ് മീനൊക്കെ വൃത്തിയാക്കാറ്. പക്ഷെ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. പിന്നെ എനിക്ക് മീൻ തൊടാൻ അത്ര വലിയ താല്പര്യമില്ല, ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. പിന്നെ ദുബായിലേക്ക് വന്ന ടൈമിൽ പിന്നെ എല്ലാം സ്വയം ചെയ്യാൻ തുടങ്ങി. ഉമ്മാനെ ആശ്രയിക്കാൻ കഴിയില്ലല്ലോ, സ്വന്തം തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ അതൊക്കെ തൊടാതെ ഞാൻ അതൊക്കെ തൊട്ട് തുടങ്ങി ദുബായിൽ വന്നതിന് ശേഷം. പിന്നെ ഇതെന്ത് മീനാണെന്ന് ചോദിച്ചാൽ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ അത്ര വലിയ മീനൊന്നും കൂട്ടാറില്ല. ഞാൻ അയില, മത്തി ആ ഒരു ലെവലിലുള്ള മീൻ മാത്രമേ കൂട്ടാറുള്ളൂ. വലിയ മീനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ ഇവിടെ വന്നേ പിന്നെ എല്ലാം കൂട്ടാൻ തുടങ്ങി കേട്ടോ, കുറേശ്ശനായിട്ട്. ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ മീനിനെല്ലാം മസാല പുരട്ടിയിട്ട് അവിടെ വെച്ചു. അതിന് ശേഷം ഞാൻ നമ്മളെ മോര് കറിക്കുള്ള പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തീ ഓഫാക്കിയിട്ടാകുമ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് നമ്മുടെ തൈര് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്കൊന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉള്ളിയെല്ലാം മുറിച്ച് കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാലയൊക്കെ പറ്റി വെച്ച് മീൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കിച്ചണിലുള്ള ഉച്ചക്കത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മീൻ അവിടുന്ന് ഫ്രൈ ആകുന്ന ടൈമിൽ ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പിന്നെ ബാക്കി കഴുകാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ എനിക്കും ഇക്കാക്കും മാത്രമാണ് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമ്മുടെ പാത്രം കഴുകും തട്ടി തുടക്കലെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പം കിച്ചണൊന്ന് അടിച്ചു വാരി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൽ നമ്മൾ ഷെയറിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കിച്ചണും ഷെയറിങ് ആണ്. നമ്മൾ 2 ഫാമിലി യൂസ് ചെയ്യുന്ന കിച്ചണാണിത്. പിന്നെ കിച്ചണിലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു, അത് മെഷീനിലിട്ടിട്ട് വന്നു. അതിന് ശേഷം റൂമും കൂടി ഒന്ന് അടിച്ചു വാരി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ബാൽക്കണി ഉണ്ട്. പുറത്തേക്കൊന്നും ഇറങ്ങാൻ കഴിയില്ല, മുകളിൽ ആകാശം മാത്രം കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഡ്രസ്സ് ആറിയിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ വന്ന് അധികം ഇരിക്കാനൊന്നും പറ്റൂല, ഉച്ച സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും. പിന്നെ അത് അപ്പുറത്തെ റൂമിലുള്ള ജനലാട്ടോ അവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് നോക്കിയാൽ ഇങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഡ്രസ്സൊക്കെ ആറിയിട്ടു. പിന്നെ അതിന് ശേഷം ഞാൻ വേഗം കുളിക്കാൻ പോയി. ഉച്ചയാകുമ്പോൾ ഇക്കാക്ക വരും. എന്നിട്ട് ഇക്കാക്ക വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമ്മുടെ മോര് കറി ഉണ്ട്, അതുപോലെ അച്ചാറുണ്ട്, നമ്മുടെ മീൻ പൊരിച്ചതും ഉണ്ട്. പിന്നെ നമ്മൾ റൂമിലിരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കാറുള്ളത്, വേറെ ഫാമിലി ഉണ്ടായതുകൊണ്ട്. പിന്നെ ബാക്കിയുള്ള മോര് കറി ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. ഇനി നമുക്ക് നാളെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഫുഡ് കഴിച്ച പാത്രം, ഉണ്ടാക്കിയ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയും ചെയ്തു. അപ്പോൾ രാത്രിക്ക് കടലക്കറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല ഞാൻ പുതിർത്തി വെക്കുന്നുണ്ട് വെള്ളമൊഴിച്ചിട്ട്. പിന്നെ ഉച്ച ടൈമിൽ ഇക്കാക്ക ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്ന് ഫുഡ് കഴിച്ച ഉടനെ തന്നെ പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കിടന്നുറങ്ങി കുറച്ച് ടൈം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇക്കാക്ക വീണ്ടും വന്നു. പിന്നെ ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു.
ഇക്കാക്ക് ചായയൊക്കെ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നൊരു സ്നിക്കേഴ്സ് എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ പാലും വെള്ളം വെച്ച് കുടിക്കുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ ചായ കുടിച്ചിട്ടില്ല. പിന്നെ നോക്കുമ്പോഴേക്ക് ബോട്ടിലുള്ള പഞ്ചസാര കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ഫില്ല് ചെയ്ത് വെച്ചു അവിടെ. പിന്നെ കുറേ സമയം ഫോണൊക്കെ നോക്കിയിരുന്ന് അങ്ങനെ ടൈം കളഞ്ഞു. പിന്നെ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇക്കാക്ക 12 മണിയൊക്കെ ആവും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കാണ് ഫുഡ് ഉണ്ടാക്കി വെക്കേണ്ടത്. പിന്നെ ഈ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വ്ളോഗ് കുറച്ച് ലോങ് ആയിപ്പോവും. അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം ഇതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ഈ കറിയിലോട്ട് തേങ്ങയൊന്നും അരച്ച് വീത്തേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് അവിടെ തന്നെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അപ്പം ഞാൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത്. എനിക്ക് വെള്ളയപ്പം വാങ്ങി, ഇക്കാക്ക് ബ്രെഡാണ് വാങ്ങിയത്, ബ്രെഡും പൊറോട്ടയും. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാനാകുമ്പോഴേക്ക് രാത്രി 2:35 അപ്പോൾ ഈ ടൈമിനൊക്കെയാണ് നമ്മൾ സാധാരണ കിടക്കൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ.